അനുകരണ കലയുമായി ഒരു കാലത്ത് കലോത്സവ വേദികളെ ചിരിപ്പിച്ച കലാകാരന്മാർ വീണ്ടും വേദിയിലെത്തിയപ്പോൾ സദസ്യർക്ക് അത് നവ്യാനുഭവമായി. കേരള സർവകലാശാല കലോത്സവത്തിന്റെ മിമിക്രി മത്സരത്തിന്റെ വിധികർത്താക്കളായി എത്തിയ ജോബി, ജോസഫ് വിൽസൺ, കൊല്ലം സുൽഫി, ഷിഹാസ്, രഞ്ജിത്ത് എന്നിവരാണ് പഴയ ഓർമ്മകളുമായി വീണ്ടും വേദിയിലെത്തിയത്. തുടർച്ചയായി 7 വർഷം സർവകലാശാല മിമിക്രി വിജയി ആയ ജോസഫ് വിൽസന്റെ പ്രകടനം കാണികൾ കരഘോഷത്തോടെയാണ് ഏറ്റുവാങ്ങിയത്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്കിടയിലും വേദിയിലെത്തിയ കൊല്ലം സുൽഫിയുടെ പ്രകടനം ഗൃഹാതുരത്വമുണർത്തി. ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ. സിംഹത്തിന്റെ നരവീണ കൺപോളകൾ തുറക്കുന്നില്ല. ഉള്ളിൽ ഫാങ്കിന്റെ വെണ്ണിലാവ് കത്തുകയാണ്. ആ വിഷയം അറിയിച്ചപ്പോ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തന്റെ ഡോട്ടകേഷ് എന്തുണ്ട്? സംഗീതത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാഗത്തിൽ ഒരു കീർത്തനം പാടി മുഴുവിക്കും മുമ്പ് വിറയാറുന്ന കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു. പിന്നെ സിരകളിൽ ഭാഗം സംഗീതവുമായി കാലം ഒരുപാട്. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ കബറിൽ ഒരു പിടി പച്ച മണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കിടയിലും അനുകരണ കലയെ നെഞ്ചിലേറ്റിയ ഇവർ ഇന്നും ഈ കലയോട് പുലർത്തുന്ന സമീപനം പുതുതലമുറയ്ക്ക് പ്രചോദനമായി. ക്യാമറമാൻ രതീഷിനൊപ്പം അഞ്ജു റോസ് ജോയി.